രൈന റിസോർട്ടിൽ നിന്നാണ്. നല്ല ടേസ്റ്റും നല്ല മൂഞ്ചിയ ഫുഡായിരുന്നു. നമ്മുടെ വൈകിട്ടത്തെ എന്താ പരിപാടി ഇവിടെ ഉള്ളതെന്ന് നോക്കി നോക്കാം. ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. സപ്പോർട്ട് മൈ ചാനൽ. ഇപ്പം എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അപ്പം നമ്മൾ ഇവിടെ ഒരു റിസോർട്ടിലേക്ക് വന്നേക്കാണ്. ഈ റിസോർട്ടിൻ്റെ പേര് രൈന റിസോർട്ടിൽ നിന്നാണ്. ഹൈദരാബാദിലുള്ള തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഇന്നലെ ഓഫീസിൽ കുറച്ച് തിരക്കുകൾ കാരണം ഇന്നലെ ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് റിസോർട്ടിൽ വന്നിട്ട് ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഒന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഫുഡും കഴിക്കണം. അപ്പോൾ തുടർന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ, ഇതാണ് റൂം നമുക്ക് കിട്ടിയത്. നല്ല അടിപൊളി റൂമാണ്. നല്ല ഇവിടെ ചുറ്റും ഇങ്ങനെ ഇതിങ്ങനെ ഷൂട്ടിംഗ് പ്ലേസ് ആണ്. അപ്പോൾ ഈ അടുത്തൊക്കെ ആയിട്ട് എന്തോ സ്റ്റുഡിയോ അങ്ങനെയൊക്കെ എന്തുണ്ട്. പറ്റെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം. അറിയില്ല, ഞാൻ അവിടെ കയറാൻ പറ്റുമെന്നൊക്കെ അറിയില്ല. റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു. നോക്കി നോക്കാം. പിന്നെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂള് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. അപ്പം എങ്ങനെയാണ് അവിടുത്തെ മെനു ഒന്നും അറിയില്ല. എന്തായാലും അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്തു. മെനു നോക്കിയിട്ട് ഇച്ചിരി കത്തിയാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു കേർഡ് റൈസും, പിന്നെ ചിക്കൻ ടിക്കയും പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കഴിച്ചിട്ട് ബാക്കി വേണം. റെസ്റ്റോറൻ്റ് അകത്തൊരു കിണർ. ചിക്കൻ ടിക്ക വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മിൻറ്റ് ചട്ടണി. ചെറിയ പീസ് എടുത്ത് മിൻറ്റ് ചട്നിയിൽ മുക്കി സോഫ്റ്റ് ചിക്കനാണ്. ചട്നിയിൽ മുക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി വന്നിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ബിരിയാണിയാണ്. ഒന്ന് കഴിച്ചു നോക്കാം. ശരി, ചിക്കനൊക്കെ വെച്ച് ഫ്ലേവറൊന്നുമില്ല. സിമ്പിൾ ബിരിയാണി. ശരി, തൈരും കൂട്ടിയൊന്ന് കഴിച്ചു നോക്കാം. കൈനോട്ടത്തെ വീഡിയോ ഫ്രൈഡ് റൈസ് വെച്ചത് തിരിയിട്ട് 7 ബിരിയാണി പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇച്ചിരി കേർഡ് റൈസ് കഴിക്കാന്ന് വെച്ചു. കേർഡ് റൈസും ചിക്കൻ ടിക്ക. ഇത് കൊള്ളാം. ബിരിയാണി കണ്ടി വരും. നല്ല മൂഞ്ചിയ ഫുഡായിരുന്നു. പിന്നെ ഗതികേട് കൊണ്ട് പിന്നെ കഴിച്ചത് വേറെ നിവൃത്തിയില്ല. അവിടെ അടുത്ത് വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ട്. തന്നെ നോക്കി വെക്കണം. വൈകിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും നോക്കി വെക്കണം. ഫുഡല്ലേ നമ്മുടെ മെയിൻ. ഫുഡിലാണ് നമുക്ക് പറ്റില്ലല്ലോ. നോക്കണം. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ സീനറീസൊക്കെ ഉണ്ട് കാണിച്ചു തരാം. അവിടെ ഒരു പൂളുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ റൂംസുകൾ. ഇതാണ് റെസ്റ്റോറൻറ്റ്.
അപ്പം ഇനി നമ്മളെ വൈകിട്ടത്തെ എന്താ പരിപാടി കിട്ടിയിട്ടുള്ളതെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ രാത്രി നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കണ് ഫ്രൈഡ് റൈസ്, ബട്ടർ ചിക്കൻ, ഫുൽക്ക, പിന്നെ സാലഡും ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഡിന്നറ് കുറച്ച് എഗ് ഫ്രൈഡ് റൈസ്, ഫുൽക്ക, പിന്നെ ബട്ടർ ചിക്കൻ, പിന്നെ സാലഡ്. ഫുൽക്കയും ബട്ടർ ചിക്കൻ എടുക്കാം. അടിപൊളിയുണ്ട്. ഫുൽക്കനും ബട്ടർ ചിക്കനും എടുക്കുമ്പോഴും വെറുതെ റൈസ് കഴിക്കാൻ അടിപൊളിയാണ്. ഈ ഫുൽക്കും ഗ്രേവിയും കൂടി എടുത്തിട്ട് ഇവിടെ രാത്രി കുറച്ച് നേരം ക്രിക്കറ്റ് ടർഫിൽ പോയിട്ട് കളിച്ചു, സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു. ഇനിയിപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ക്യാരംസ്, ചെസ്സ്, ആയിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് രാത്രിക്ക് ഒന്ന് ഇവിടേക്ക് കറങ്ങി നടന്നിട്ടൊന്ന് വരാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഡിന്നറൊക്കെ ഇന്ന് കഴിച്ച് സെറ്റായിരിക്കാം. ചട്നി, കുറച്ച് പോഹ കഴിച്ചു നോക്കാം. നമ്മളവിടെ പൂളിലേക്ക് വന്നേക്കാം. കുറച്ച് കഴിയുമ്പോൾ ചെക്കൗട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് അടിച്ച് പൊളിച്ച് പോകാമെന്ന് വെച്ചു. പൂളിലൊക്കെ ഇറങ്ങിയിട്ട് എന്തായാലും ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഓവറോൾ എക്സ്പീരിയൻസ് ആണ് റിസോർട്ട് വൈസ് ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ഫുഡ് എനിക്ക് അത്ര മതിപ്പ് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. ഡിന്നറൊക്കെ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നു. റിസോർട്ട് അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഹൈദരാബാദ് വരാണെങ്കിൽ മറക്കണ്ട അയന റിസോർട്ട്. ചെക്കൗട്ടും കഴിഞ്ഞു. നമ്മളൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അപ്പം അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ പറഞ്ഞായിട്ട് വെയിറ്റ് ചെയ്തേക്കുക. ബാക്കി അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി എന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ അയന റിസോർട്ട്. മന്നം ചോക്ലേറ്റ്, ഇതൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇങ്ങോട്ട് വന്നേക്കാം. നമുക്ക് കൊടുത്ത വെറൈറ്റി ചോക്ലേറ്റ്സ് ട്രൈ ചെയ്തു. റേറ്റ് ഒക്കെ കണ്ടിട്ട് നല്ല കത്തിയാന്നോ തോന്നുന്നു. എന്തായാലും നോക്കാം, വന്നതല്ലേ. ഇതാണ് ഇവിടുത്തെ കഫേ. കുറെ ആൾക്കാരുണ്ട്. എന്തായാലും വന്നതല്ലേ, ഹോട്ട് ചോക്ലേറ്റ് പറയാൻ പറ്റും. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്. ഇതന്നെ ചോക്ലേറ്റ്. ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. എന്തെങ്കിലും കഴിക്കണല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. എന്തായാലും ലഞ്ച് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞതാണ്.
ഒരു താൽക്കാലിക വിശപ്പ് എന്നുള്ള രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ്. ചോക്ലേറ്റ് ഫാക്ടറി കഴിഞ്ഞിട്ട് ഇടയിൽ കഴിക്കാൻ പിന്നെ നമ്മൾ കയറിയില്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ പാഴ്സൽ കാണിച്ചു. അപ്പോൾ വാങ്ങിച്ചിരി മന്തിയാണ്, ചിക്കൻ മന്തി. വിശന്നിട്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റുണ്ട്. ചിക്കൻ എടുത്ത് കുറച്ച് മയണൈസും അപ്പോൾ നമുക്ക് മന്തി കഴിച്ചിട്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും രസകരമായിട്ടുള്ള അടുത്ത വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.